ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാൻ ജോൺസി ലൈജു, ഹൗസ് നെയിം വാലയിൽ വടക്കേത്, ഫ്രം സെയിൻറ്റ് ജോൺ ന്യൂമാൻ ക്നാനായ മിഷൻ, ഫിലാഡൽഫിയ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓണത്തിന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അവിയലാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞങ്ങളുടെ തന്നെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ? തിരുമുറ്റം പൂക്കളാലെ നിറയും പറനിറയേ. സോ നമ്മളുടെ അവിയലിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അടവലങ്ങ, വള്ളിപ്പയർ, വഴുതനങ്ങ, ഡ്രംസ്റ്റിക്, കോവയ്ക്ക, ബീൻസ്, തക്കാളി, പച്ചമുളക് നമ്മളുടെ ആവശ്യത്തിന്, പൊട്ടാറ്റോസ്, ക്യാരറ്റ്, കറിവേപ്പില, ആവശ്യത്തിന് മത്തങ്ങ, അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ചുമന്നുള്ളി, ജീരകം, യോഗട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് നമ്മൾക്ക് ആവശ്യം. ഇതെല്ലാം കഴുകി നമ്മൾ ലെങ്ത് വൈസിൽ ഒരു ഫിംഗറിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാമേ. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ അവിയലിന് ഹിന്ദു പുരാണത്തിൽ ഒരു കഥയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഭക്ഷണം ആസ്വദിച്ച് മാത്രം കഴിക്കാൻ അറിയാവുന്ന മഹാഭാരതത്തിലെ ഭീമന് ഒരിക്കൽ അടുക്കളയിൽ കയറേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ കുറേ വെജിറ്റബിൾസ് മാത്രം ഇരിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ആ വെജിറ്റബിൾസ് എല്ലാം കൂടി കട്ട് ചെയ്ത് അദ്ദേഹം അത് അടുപ്പത്ത് വെച്ചു. അത് വെച്ച് അതിന് മേളിലേക്കായി കുറച്ച് തേങ്ങയും കൂടി ഇട്ടുകൊടുത്തു. അങ്ങനെയാണ് നമ്മൾക്ക് സ്വാദിഷ്ടമായ ഈ അവിയൽ കിട്ടിയത് എന്നാണ് അറിയപ്പെടുന്നത്. ഉരുളി വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മളുടെ വെജിറ്റബിൾസ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട്, ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട്, കുറച്ച് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം മതി, കാരണം ഈ വെജിറ്റബിൾസിനകത്തുനിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാവേ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതാക്കിയെടുക്കാം. നമുക്ക് വെജിറ്റബിൾ നോക്കാം. നമ്മളുടെ വെജിറ്റബിളൊക്കെ അതെ വെള്ളമൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിടാം. ഇനി അതിലേക്ക് കുറച്ച് യോഗട്ട് കൂടി ഇട്ട് നമുക്കിതൊന്ന് പതുക്കെ ഇളക്കിയെടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയാൽ നമ്മളുടെ കറി റെഡി. ഒന്ന് നമ്മളുടെ അവിയൽ ഈസ് റെഡി. Rebecca, do you wanna try mommy's avial? There you go. Edgar mom.